വളരെ കാലത്തിന് ശേഷം നമ്മുടെ ഇൻ്റർസെപ്റ്റർ നമ്മളൊന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാളായി ഞാൻ ഇൻ്റർസെപ്റ്റർ ഓടിച്ചിട്ട്. ഇപ്പോൾ ചേട്ടൻ കഴിഞ്ഞ ലീവിന് വന്ന് പോയപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ യൂസ് ചെയ്തത്. അപ്പം ഞാനെടുത്തിട്ട് കുറച്ച് നാളായി. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് അപ്ഡേഷൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇൻ്റർസെപ്റ്ററിലെ കുറച്ച് മോഡിഫിക്കേഷൻ വർക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്ററൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ സ്റ്റോറി. നമ്മുടെ എക്സ്പൾസ് ഉള്ളതുകൊണ്ട് അതിലൊരു 95% എക്സ്പൾസ് തന്നെയാണ്. 90% 100% ഞാൻ എക്സ്പൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ് എക്സ്പൾസ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം ഈ വണ്ടി അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടിയല്ല ഈ ഒരു ഇൻ്റർസെപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ചേട്ടൻ ലീവിന് വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ദേ വരുന്നു ഒരു എക്സ്പൾസ്. അത് പഴയ മോഡലാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ വെറുതെ, ഇന്ന് ഞായറാഴ്ച ആണല്ലോ, അപ്പം വെറുതെ വീട്ടിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരുപാടൊന്നും അല്ല, ചെറിയ രീതിയിലുള്ളൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാം നമ്മുടെ ഇൻ്റർസെപ്റ്ററിൻ്റെ. അപ്പോൾ അതൊന്ന് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നിപ്പോൾ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, 200 cc നിന്ന് 650 cc മാറിയപ്പോൾ ഉണ്ടല്ലോ, തെറിച്ച് നിൽക്കുകയാണ് വണ്ടി. എൻ്റെ പൊന്നോ, എൻ്റെ പുള്ളിങ്ങെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഒരിക്കലും 200 cc 650 cc ആയിട്ട് 200 cc കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? നമുക്കൊരു തിരക്ക് കുറഞ്ഞ റോഡിലോട്ട് പോവാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ജൂപ്പിറ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേസിലോട്ട് പോകുന്നില്ല. ആ പ്ലേസിൽ പോകുന്ന വഴി എന്ന് പറയുന്നതേ കുറച്ച് നല്ല അടിപൊളി റോഡുമാണ്. അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. വണ്ടി തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ പോയി സമാധാനത്തിൽ കാണിച്ചു തരാം വണ്ടിയിൽ എന്തൊക്കെ മോഡിഫിക്കേഷനാണ് വരുത്തിയതെന്നുള്ളത്. ചെറിയൊരു റൈഡും ആവുമല്ലോ. വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ബോറടിച്ച് പണ്ടാറടങ്ങിയിരിക്കുകയായിരുന്നു. വൈകുന്നേരം ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ഞാൻ ബോറടിച്ച് ഇരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു വെറുതെ ഇരിക്കുകയല്ലേ, വീഡിയോ ഇടണമല്ലോ. വീഡിയോ കണ്ടൻറ്റ് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ MC റോഡ് എത്തിയിട്ടുണ്ട്. എന്നും കാണിക്കുന്നത് തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മുടെ ഇത് അമ്പലമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇടത് കയറി പോവാം. നാഗരകുഴി പെരപ്പംകൂടൊക്കെ ചെന്ന് കയറുന്ന വഴിയാണ്. നെല്ലനാട് അങ്ങനെ പോകുന്ന വഴിയാണ്. കണ്ടില്ലേ, നമ്മുടെ ആ MC റോഡിനേക്കാൾ അടിപൊളി റോഡാണ്. എൻ്റെ മോനെ, എന്നാ ഒരു പവറാ! വെറുതെ ഒന്ന് കൈ കൊടുക്കാൻ തോന്നുന്നുണ്ട്, വേണ്ട. പിന്നെ റോഡിൽ നല്ല നല്ല വളവുകളുണ്ട്. അപ്പോൾ ഒരുപാട് കൈ കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അടിപൊളി. ആഹാ, എന്നാ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു 650 cc ഇത്രയും പവറുള്ളൊരു വണ്ടി ഓടിക്കുമ്പോഴാണ് ഒരു കറക്റ്റ് ഫീല്, ബൈക്ക് റൈഡിൻ്റെ തന്നെ ഒരു കറക്റ്റ് ഫീല് കിട്ടണതേ. നമ്മുടെ 200 cc 150 cc ആ കാണുന്ന മലകൾ കണ്ടില്ലേ, എവിടേക്കാണെന്ന് അറിയത്തില്ല. ഞാൻ ഇന്ന് ഈ വഴി പോകുമ്പോഴത്തേക്കും നോക്കും. അടിപൊളിയാ. അടിപൊളി. പിന്നെ റോഡിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊടും വളവുകളാണ്. സൈലൻ്റ് റോഡാണ്. വലിയ വണ്ടി ബീളോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ബൈപ്പാസ് എന്ന രീതിയിൽ നിർമ്മിച്ച റോഡാണ് കേട്ടോ. നമ്മുടെ വെഞ്ഞാറമൂട് ജംഗ്ഷനില്ല തിരക്ക് കളയാൻ വേണ്ടിയിട്ട് ഒരു ബൈപ്പാസ് എന്നുള്ള രീതിയിൽ നിർമ്മിച്ച റോഡാണ്. അതെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ ഒരുപാട് തിരക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് പോലീസുകാർ വണ്ടികളൊക്കെ തിരിച്ചു വിടുന്ന റോഡാണിത്. ഇത് കറക്റ്റ് ചെന്ന് കയറുന്നത് കുറ്റിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെന്ന് കയറുന്നത്. കുറ്റിമൂട് പാലാങ്കുളം വഴി പിരപ്പൻകൂട് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ആഹാ, പിന്നെ ഈ ഹെൽമെറ്റൊക്കെ വെച്ചേക്കണോണ്ടേ നമുക്ക് വലിയ സ്പീഡൊന്നും തോന്നുന്നില്ല വണ്ടിയിലെ. അടിപൊളി.
അപ്പോൾ പിന്നെ ഒരുപാട് വീഡിയോകളൊന്നും ഇടാത്ത ട്രിപ്പിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അതിമാരകമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാരകം എന്ന് പറഞ്ഞാൽ മാരകമായ, അതൊന്നും ഞാൻ വേറെ ആക്കാൻ വേണ്ടി ചിലവാക്കിയല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിച്ച കടങ്ങളാണ്. അപ്പോൾ ഞാൻ തന്നെ തീർക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പട്ടിപ്പണിയാണ്. നല്ല രീതിയിലുള്ള നല്ല കഷ്ടപ്പെട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, ഈ വെയിൽ ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും കഴിവിൻ്റെ മാക്സിമം പരമാവധി ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ സാമ്പത്തിക പ്രതിസന്ധി അങ്ങ് തീരുന്നില്ല. എല്ലാം ഓക്കെ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോക്ക്. സംഭവം യൂട്യൂബ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ളൊരു ഒറ്റ വിചാരം മാത്രമേ ഉള്ളേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിലതാണ് കൂടുതൽ. അതാണ് വേറെ കമ്പനികളിലും ഒന്നും കയറാതെ നിൽക്കുന്നത്. എല്ലാം സെറ്റാവും. പിന്നെ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. നല്ല പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ KLTN സുധീഷ് ബ്രോ, പിന്നെ നമ്മുടെ കോതയാർ പോയപ്പോഴത്തേക്ക് ഒരു പയ്യനെ പരിചയപ്പെട്ടു. അനൂപ് എന്ന് പറഞ്ഞ പയ്യനെ പരിചയപ്പെട്ടു. അന്ന് ഞാൻ സുധീഷ് ബ്രോയും കൂടെ കോതയാർ പോയിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 വീഡിയോ ചെയ്തു, അത് ഇട്ടിട്ടുണ്ട്. അന്ന് ഒരു പയ്യനെ പരിചയപ്പെട്ടായിരുന്നു. അവൻ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ട്രിപ്പാണ്. നല്ല കുറേ ബന്ധങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സുജി ബ്രോയും ഇപ്പം സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരനും വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ട്രിപ്പിൽ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പുകളെല്ലാം റീസ്റ്റാർട്ട് ചെയ്യും. നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരും. നല്ല പ്ലേസിലോട്ടൊക്കെ പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും അടുത്ത ആഴ്ച മിക്കവാറും ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ചിതറാൾ ജെയിൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ഉണ്ട്. ഒരു പണ്ട് എനിക്ക് തോന്നുന്നു 9-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ ഒക്കെ നിർമ്മിച്ചൊരു ക്ഷേത്രമാണ്. ജൈനമതം ഉണ്ടല്ലോ, അത് അങ്ങനെ ഒരു ക്ഷേത്രമായിരുന്നു. തമിഴ്നാട്ടിലാണ് ചിതറാൾ. അപ്പോൾ അവിടെ പോകാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. പോകണം, എല്ലാം സെറ്റാക്കണമെന്നൊക്കെ ഉണ്ട്. എല്ലാം നടക്കും അല്ലേ? പിന്നല്ലാതെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് എല്ലാം നടക്കാവുന്നതല്ലോ. നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അല്ലേ? കല്ലറ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. ലെഫ്റ്റ് ഇവിടെ ഒരു പാലമുണ്ട്, നമ്മുടെ വെള്ളുമനടി പാലം എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഇറങ്ങി ചെല്ലണ സ്ഥലത്ത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ പാലം കറക്റ്റായി കാണിച്ചിട്ടുണ്ട്. ആ പാലത്തിൻ്റെ ഒരു സൈഡിൽ ഇരുന്നിട്ടാണ് ഞാൻ നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. ഐസ് പണ്ടൊക്കെ ഈ ഐസ് കാണുമ്പോൾ ഓടി വരും. പണ്ട് സ്കൂട്ടറിലൊന്നുമല്ല, സൈക്കിളിലാണ് എല്ലാവരും വരുന്നത്. ഇതാണ് നമ്മളെ വെള്ളുമനടി പാലം. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ഞാൻ കഴിഞ്ഞതിന് ചെയ്ത വീഡിയോ കോതയാറ് പോയ പോലെ ഒരു ഫീലൊക്കെയാണ്. കോതയാറ് പോയില്ലേ, ആ 2 സൈഡും മലകളും അങ്ങനെ പോയൊരു ഫീലാണ്. നമ്മുടെ വലത് സൈഡിലേതാ കുറച്ച് ടീംസ് വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. വണ്ടി നിർത്തി കുളിച്ച് അർമ്മതിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. ചൂടിൽ നിന്നൊക്കെ രക്ഷ തേടാൻ വന്നിരിക്കാം വൈകുന്നേര സമയങ്ങളിലെ. നട്ടുച്ചയ്ക്കൊന്നും കയറി വരല്ലോ. നട്ടുച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഒന്നാമത് നമ്മുടെ സൂര്യ അണ്ണൻ 40 ഡിഗ്രി ആവാറായി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി വെള്ളവും കൂടെ ചൂടായി കിടക്കുമ്പോൾ വെള്ളത്തിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ചാകും. കഴിഞ്ഞ ഞാൻ ജൂപ്പിറ്ററിൻ്റെ വീഡിയോ എടുത്തത് ഇവിടെ നിന്നാണ് കേട്ടോ. ജൂപ്പിറ്ററിൻ്റെ വീഡിയോ എടുത്തത് ഇവിടെ നിന്നാണ്. ഞാൻ അങ്ങോട്ട് പോകണോ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ സ്റ്റോറി. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻറ്റർസെപ്റ്റർ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഇൻറ്റർസെപ്റ്റർ വെളിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ടുണ്ട് വണ്ടിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു
അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ മുതൽ, നമ്മുടെ പുലിക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ മുന്നേ ഉള്ള വീഡിയോയിൽ കണ്ടു കാണും, ഞാൻ ഒരു പൊന്മുടി പോയ വീഡിയോ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കണ്ടു കാണും, അതിന് പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ അതിന് ശേഷം ചെറിയൊരു 2 മോഡിഫിക്കേഷൻസാണ്, 3 മോഡിഫിക്കേഷൻസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ടെയിൽ ലാമ്പ് ഫുള്ളായിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. ടെയിൽ ലാമ്പ് ഫുള്ള് മാറി. ഇത് ഏതിൻ്റെ ഹെഡ്ലൈറ്റ് ടെയിൽ ലാമ്പാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻഡിക്കേറ്റർ രണ്ടും മാറിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ ഒരു വെറൈറ്റി ലുക്കല്ലേ, നമ്മുടെ ഒരു ക്ലാസിക്കായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനൊരു സംഭവം കയറ്റിയപ്പോഴത്തേക്ക് അടിപൊളിയാണ്. പിന്നെ ഇൻഡിക്കേറ്റർ സാധാരണ നമ്മളൊരു നോർമൽ LED ഇൻഡിക്കേറ്ററാണ്. 2 സൈഡിൽ മാറ്റിയിട്ടുണ്ട്, ഫ്രണ്ടിൽ മാറ്റിയിട്ടില്ല കേട്ടോ, ബാക്കിൽ മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. ഇനി ഫ്രണ്ടിൽ നമ്മൾ കാര്യമായ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം തന്നെയാണ് അവർ മാറ്റിയത് കേട്ടോ. ഇതിലിപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് ഒരു മാറ്റം വരുത്തിയെന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്നതിൽ ഇപ്പോഴത്തെ വണ്ടികൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ വരുന്ന വണ്ടികളിൽ ഹെഡ്ലൈറ്റിന് സ്വിച്ച് കാണത്തില്ല. നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓണാവുന്നൊരു ഇതാണ് വരുന്നത്. അപ്പോൾ അതിന് പകരം ഹെഡ്ലൈറ്റിന് സ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓണാക്കുക, പിന്നെ ഡിമ്മും ബ്രൈറ്റും അടിക്കുക. ഓണാക്കാത്ത സമയത്ത് ഈ ഒരു കാണാൻ പറ്റുന്നുണ്ടോ, ഇതിപ്പോൾ ഓണായി കിടക്കുകയാണ്. പിന്നെ നമ്മൾ വണ്ടി എടുത്ത ടൈമിൽ തന്നെ 1-2 ആക്സസറീസ് കയറ്റിയിട്ടുണ്ട്. ഈ ഒരു വൈസർ കയറ്റിയിട്ടുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഹാൻഡിൽ ഒരു ബാർ കണക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവം അറിയാമല്ലോ, 650 cc ആണ് വണ്ടിയുടെ പവർ. പുള്ളിങ് നല്ല രീതിയിൽ വണ്ടി ഹീറ്റാവും. അതുകൊണ്ട് പുറകിൽ ചവിട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടെ വെച്ചിട്ടുണ്ട്, ഒരു ഫുഡ് റെസ്റ്റ് കൂടെ വെച്ചിട്ടുണ്ട് 2 സൈഡിലായിട്ട്, സൈലൻസറിൻ്റെ മുകളിൽ. അറിയാമല്ലോ, ഇതിൽ വരുന്ന തീയാണ് വരുന്നത്. നോർമൽ വണ്ടികൾ പോലെയല്ല, നല്ല രീതിയിൽ ഹീറ്റാവും. അപ്പോൾ തീ പോലെയാണ്. നമ്മൾ ചെറുതായിട്ട് തന്നെ നമ്മുടെ ചെരുപ്പോ എന്തെങ്കിലും അതിൽ പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രൊട്ടക്ഷൻ നേടാനായിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോർമലി കാണുന്ന പോലെ മൊബൈൽ ഹോൾഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ലോങ് റൈഡൊക്കെ പോകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നമ്മൾ രാമക്കൽമേട് ഒക്കെ പോയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ റോയൽ എൻഫീൽഡ് നമ്മുടെ എംപയർ മോട്ടോഴ്സ് സംഘടിപ്പിച്ച റൈഡായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് നല്ല ലോങ് ആയിരുന്നല്ലോ, ഞാൻ എൻ്റെ ബ്രദറോടെയാണ് പോയത്. അപ്പോൾ അന്ന് നല്ല കംഫർട്ടുള്ള യാത്രയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ മറ്റേ എംപയർ മോട്ടോഴ്സ് ഒരുത്തിനൊക്കെ മാസം ഓരോ റൈഡ് കണ്ടക്ട് ചെയ്യും. എനിക്കെന്തായാലും ഇതിൽ ഒന്നിലേ പോകാൻ പറ്റുള്ളൂ, ഭാവിയിൽ പോവാം അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വലിയ കണ്ടൻറ്റൊന്നുമില്ല. വീട്ടിൽ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കരുതി ഇൻ്റർസെപ്റ്റർ കുറേ നാളായി എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ചെറിയൊരു 2 മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. വലിയ കണ്ടൻറ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ള കിടുക്കാച്ചി വീഡിയോകൾ വരും, നല്ല അടിപൊളി വീഡിയോകൾ വരും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ലോങ് റൈഡ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അടുത്ത ആഴ്ച ഒരു ചിതറാൾ പോകാനൊക്കെ ഒരു പ്ലാനുണ്ട്. അത് എക്സ്പ്രസ്സിലായിരിക്കും പോകാനൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്കെന്തായാലും അടുത്ത നല്ല കിടുക്കാച്ചി വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. സൂപ്പർ വീഡിയോസ് ഇനി കണ്ടിന്യൂ ആയിട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഒത്തിരി ഡിലേ ആവുന്നത്. അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ കണ്ടിന്യൂ വീഡിയോ ഇട്ടാറേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.